CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് എല്ലാവർക്കും വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയോടും ISLനോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. ഏതായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്നുള്ളത് ബംഗളൂരു എഫ്സിയുടെ സൂപ്പർ താരമായിട്ടുള്ള സുനിൽ ഛേത്രി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുമായുള്ള മത്സരത്തെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ്. ഏതായാലും സുനിൽ ഛേത്രിയുടെ വാക്കുകൾ ഇപ്രകാരമാണ്: ഞങ്ങളുടെ ടീമിൽ എല്ലാവരും നിലവിൽ നല്ല രീതിയിൽ ഫിറ്റാണ്. ഞങ്ങൾ കളിക്കുന്നത് ശ്രീകണ്ഠി രവിയിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരെയും പേടിക്കുന്നതില്ല. ആരാണ് എതിരാളികൾ എന്ന് ഞങ്ങൾ നോക്കുന്നത് പോലുമില്ല. ഞങ്ങളുടെ ഗാലറി അത്രയ്ക്കും ഇമ്പാക്റ്റ് ആണ് ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. കൂടാതെ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് നല്ല രീതിയിൽ കൂടുതൽ ആരാധകരും വർദ്ധിച്ചിട്ടുണ്ട്. ഏതായാലും കണ്ടീരവിയിൽ കളിക്കുന്നത് ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്നുമുണ്ട്. ഏതായാലും ഈ ഒരു മത്സരത്തിൽ തീർച്ചയായിട്ടും എതിരാളികളെ പരാജയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഏതായാലും ഈ കാര്യങ്ങളൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് എതിരായുള്ള മത്സരത്തെ മുന്നോടിയായിക്കൊണ്ട് ബംഗളൂരു എഫ്സിയുടെ സൂപ്പർ താരമായിട്ടുള്ള സുനിൽ ഛേത്രി പറഞ്ഞിട്ടുള്ളത്. ഇനി ഏതായാലും അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ബംഗളൂരു എഫ്സിയുടെ സൂപ്പർ ഗോൾ കീപ്പർ ആയിട്ടുള്ള ഗുർപ്രീത് സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് എതിരായുള്ള മത്സരത്തിന് മുന്നോടിയായി പറഞ്ഞ കാര്യമാണ്. ഏതായാലും നമുക്ക് ഗുർപ്രീത് സിംഗിന്റെ ആ ഒരു വാക്കുകളിലേക്ക് കടക്കാം. ഗുർപ്രീത് സിംഗിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: കേരള ബ്ലാസ്റ്റേഴ്സിന് ഞങ്ങളോട് ഒരിക്കലും വിജയിക്കാൻ സാധിക്കുകയില്ല. ഞങ്ങൾ ഉറപ്പായും നല്ല രീതിയിൽ ശക്തരായിട്ടുണ്ട്. നിലവിൽ ഞങ്ങൾ ആരാധകരുടെ മുന്നിൽ വിജയിക്കുക തന്നെ ചെയ്യും. കൂടാതെ തന്നെ ആ ഒരു വിജയം ഞങ്ങൾ ആരാധകർക്ക് മുന്നിൽ വെച്ച് തന്നെ നല്ല രീതിയിൽ ആഘോഷിക്കുകയും ചെയ്യും. ഈ കാര്യങ്ങളൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്കെതിരായുള്ള മത്സരത്തിന് മുന്നോടിയായിക്കൊണ്ട് ബംഗളൂരു എഫ്സിയുടെ സൂപ്പർ ഗോൾ കീപ്പർ ആയിട്ടുള്ള ഗുർപ്രീത് സിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, കേരളത്തിൽ വെച്ച് കൊച്ചിയിൽ മത്സരിക്കാൻ വന്നപ്പോൾ ഗുർപ്രീത് സിംഗിന്റെ ഭാഗത്തുള്ള ഒരുപാട് സേവുകൾ നമ്മൾ കണ്ടതാണ്. ഏതായാലും ആ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഗുർപ്രീത് സിംഗിന്റെ ക്ലീൻ ഷീറ്റും അങ്ങനെ അടിച്ചു തെറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഗുർപ്രീത് സിംഗിന്റെ ഈ ഒരു വാക്കുകളിൽ തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം അവർ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്താൻ തന്നെ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ളത്. ഇനി ഏതായാലും അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് എല്ലാവർക്കും ആശ്വാസം നൽകുന്നതാണ്. ഞാൻ ഇന്ന് രാവിലെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരമായിട്ടുള്ള നോഹ സദോയ്ക്ക് പേശി വലി മൂലം അദ്ദേഹം കഴിഞ്ഞ ദിവസത്തെ ട്രെയിനിങ്ങിലൊന്നും പങ്കെടുത്തിട്ടില്ലായിരുന്നു എന്നുള്ളത്. പക്ഷേ നിലവിൽ ഏതായാലും പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നോഹ സദോയ് നല്ല രീതിയിൽ ഫിറ്റ് ആയിട്ടുണ്ടെന്നും കൂടാതെ തന്നെ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അടുത്ത മത്സരം കളിക്കുമെന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇനി ഏതായാലും അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി നാളെ ബംഗളൂരു എഫ്സിക്കെതിരായി ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പാണ്. ഗോൾ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ സത്യൻ സുരേഷ് ആയിരിക്കും ഉണ്ടാവുക. ഇനി ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ നവോച്ച സിംഗ്, മിലോസ് റിഞ്ചിഷ്, ഹോർമിപ്പാൻ റീവ, പ്രബീർ ദാസ് എന്നിവരായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഇനി മധ്യനിരയിലേക്ക് നോക്കുകയാണെങ്കിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയും കൂടാതെ തന്നെ ലെഫ്റ്റ് വിങ്ങിൽ ഫ്രെഡിയും റൈറ്റ് വിങ്ങിൽ നമുക്ക് മലയാളി സൂപ്പർ താരമായിട്ടുള്ള വിപിൻ മോഹനെയും ആയിരിക്കും കാണാൻ സാധിക്കുക. ഇനി മുന്നേറ്റ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ഫോർവേഡ് ആയിക്കൊണ്ട് മൊറോക്കൻ സ്ട്രൈക്കർ ആയിട്ടുള്ള നോഹ സദോയും റൈറ്റ് ഫോർവേഡ് ആയിക്കൊണ്ട് കോറോ സിംഗും അണിനിരക്കുമ്പോൾ ഒരു പ്രോപ്പർ സ്ട്രൈക്കർ ആയിക്കൊണ്ട് ജീസസ് ലിംനീസിനെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ജീസസ് ലിംനീസ് ആ ഒരു പൊസിഷനിൽ ഇല്ലെങ്കിൽ ക്വാമി പെപ്രെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. കാരണം കഴിഞ്ഞ FC ഗോവയ്ക്കെതിരായുള്ള മത്സരത്തിൽ നമ്മൾ ജീസസ് ലിംനീസിന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിച്ച അത്ര പ്രകടനമൊന്നും പുറത്തേക്ക് വന്നതായി നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പരിശീലകൻ മിക്കാൽ സിയേറെ ആദ്യ ലെവലിൽ പെപ്രയെ കൊണ്ടുവന്നേക്കാമെന്നും എനിക്കൊരു ചെറിയ രീതിയിലുള്ള ഒരു ട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചിലപ്പോൾ പെപ്രെ ആയിരിക്കും ആ ഒരു പൊസിഷനിൽ കളിക്കുക. ഏതായാലും നിങ്ങൾ മനസ്സിൽ തോന്നുന്ന ഒരു പോസിബിൾ ലൈനപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി എല്ലാവരും ഒന്ന് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.